പെരിന്തൽമണ്ണയിലെ സ്വർണ്ണ കവർച്ചയിൽ 2 പേർ കൂടി പോലീസിന്റെ പിടിയിൽ. ഗൂഢാലോചനയിൽ പങ്കുള്ളവരെയാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. കേസിൽ 4 പേരെ സംഭവം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടിയിരുന്നുവെങ്കിലും കവർച്ച നടത്തിയ സ്വർണം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വ്യാപാരികളെ ആക്രമിച്ച് 3.5 കിലോ സ്വർണം പെരിന്തൽമണ്ണ ജൂബിലി ജംഗ്ഷനിൽ വെച്ച് കവർന്നത്. പിന്നാലെ വെള്ളിയാഴ്ച രാവിലെ തൃശൂരിൽ നിന്ന് സംഘത്തിലെ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് കവർച്ചയ്ക്ക് പിന്നിൽ വലിയ സംഘം തന്നെ പ്രവർത്തിച്ചുവെന്ന് തെളിഞ്ഞത്. എന്നാൽ ഗൂഢാലോചനയിലെ പ്രധാനികൾ ഇപ്പോഴും പിടിയിലായിട്ടില്ല. പിടിയിലായവരിൽ നിന്ന് കവർച്ച നടത്തിയ സ്വർണം എവിടെയെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. അതിനിടയിലാണ് 2 പേരെ കൂടി കണ്ണൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. ഇവർക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ തെളിഞ്ഞു. കവർച്ചയ്ക്ക് പിന്നിൽ 20 പേർക്കെങ്കിലും പങ്കുണ്ടെന്നാണ് നിഗമനം. ജ്വല്ലറി ഉടമകളായ യൂസഫും ഷാനവാസും ദിവസവും കടയിൽ നിന്ന് വീട്ടിലേക്ക് സ്വർണം മാറ്റാറുണ്ടെന്ന വിവരം മോഷ്ടാക്കൾക്ക് കിട്ടിയതിൽ പ്രാദേശികമായ ചിലരുടെ പങ്കും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളിൽ തൃശൂർ സ്വദേശികളായ നിഖിൽ, പ്രബിൻലാൽ എന്നിവരെ പെരിന്തൽമണ്ണ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. മുൻപും സമാന കവർച്ചാ കേസുകളിൽ പ്രതികളാണിവർ. ഈസ്റ്റ് ലൈവ്, പെരിന്തൽമണ്ണ.